എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. എണ്ണയിൽ മുക്കിപ്പൊരിക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ട ഒഴിച്ചു കൊടുക്കാം. പിന്നീട് 1 കപ്പ് പാല് 250 ml കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി മുട്ടയും പാലും നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോഴിതാ മുട്ടയും പാലും നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. പാലെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് മൈദയാണ് എടുത്തത് കേട്ടോ. ഇനി മൈദയും മുട്ടയും പാലും എല്ലാം കൂടി മിക്സാക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ചുകൂടി മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂണോളം മൈദ ഉണ്ടാകും. നിങ്ങൾക്ക് മാവിന്റെ കട്ടി നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മാവ് അധികം കട്ടി കൂടാനോ കട്ടി കുറയാനോ പാടില്ല. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ഹാഫ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത സവാളയും സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ചെറുതായി അരിഞ്ഞ മല്ലിയിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാം ചെറുതായി തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോഴിതാ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് ഗീ ഇട്ട് കൊടുത്ത് പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും ഗീ ആക്കി കൊടുക്കാം. ഇനി നമ്മൾ ആക്കി വെച്ച ബാറ്ററിയിൽ നിന്നും പകുതി മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി ഗ്രേറ്റ് ചെയ്ത മൊസല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസല്ല ചീസ് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ അടുത്ത് മൊസല്ല ചീസ് കുറവാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് മുകളിലായി 2 ചെഡാർ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസല്ല ചീസ് ആണ് കേട്ടോ നല്ലത്. നിങ്ങൾ ഇടുമ്പോൾ മൊസല്ല ചീസ് തന്നെ ഇട്ട് കൊടുക്കണം. ഇനി ബാക്കിയുള്ള മാവ് ഇതിന് മുകളിലായി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടിക്കൊടുത്ത് ഒരു 20 മിനിറ്റ് വെച്ചു കൊടുക്കാം. ഇപ്പോഴിതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിപ്പോൾ ആയി വരുന്നുണ്ട്. പാനിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്ത് അതിലേക്ക് തട്ടി വീണ്ടും അതേ പാനിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ലപോലെ തന്നെ തണുത്ത ശേഷം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നല്ല ഷേപ്പിൽ പൊട്ടാതെ തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ ചൂടോടെ തന്നെ മുറിച്ചെടുത്തത്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
പുറഭാഗം ക്രിസ്പിയും ഉള്ളിൽ കുറച്ച് ജ്യൂസിയുമായിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്നാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്, എല്ലാവരും അതുകൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.